മുഖവാക്ക്. അരനാഴിക നേരം കൂടി പ്രഭാതമുണ്ട്. പി. മുജീബുർ റഹ്മാൻ, അമീർ, ജമാഅത്തെ ഇസ്ലാമി, കേരള. ഇതെഴുതുമ്പോൾ രാജ്യത്തിൻ്റെ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണമായും പുറത്തു വരുന്നേയുള്ളൂ. എത്രകാലം എന്നതിനെ സംബന്ധിച്ച് സംശയമാകാമെങ്കിലും 3ാം തവണയും സംഘ്പരിവാർ തന്നെ അധികാരത്തിൽ തുടരാനാണ് സാധ്യത. എങ്കിലും വെറുപ്പിനും വിദ്വേഷത്തിനും ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കും വംശീയതയ്ക്കുമെതിരെ ഈ രാജ്യം താൽക്കാലിക വിജയമെങ്കിലും നേടിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. RSS പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വം ഈ മണ്ണിൽ വിത്തിട്ട അന്നു മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മേൽ സൂചിപ്പിച്ച പൈശാചികതയുടെ അവസാന ആയുധവും പുറത്തെടുത്ത സന്ദർഭമായിരുന്നു 2 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് കാലം. തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടത്. പക്ഷെ വെറുപ്പിൻ്റെ ആർമാദത്തിൽ ഒരു രാജ്യത്തെ കൈയടക്കാനുള്ള തേരോട്ടത്തിനേറ്റ മഹാപ്രഹരമാണ് തെരഞ്ഞെടുപ്പ് ഫലം. സീറ്റുകൾ കൂടുതലാർക്ക് എന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ദൗർബല്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ സമൂഹം അഭിനന്ദനമർഹിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ചരിത്ര സന്ദർഭത്തിൻ്റെ ഗൗരവത്തെ ഇന്ത്യൻ ജനത യഥാതഥം ഉൾക്കൊണ്ടു. വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം രാജ്യത്തെ തകർക്കുമെന്ന് അവർ മനസ്സിലാക്കി. വെറുപ്പിനെതിരെ രാഷ്ട്രീയ സംഘടനകളും പൗരസമൂഹവും സാമൂഹിക മാധ്യമ പ്രതിഭകളും ഒന്നിച്ചണിനിരന്നു സംഘ്പരിവാറിനെ പിടിച്ചുകെട്ടി. മുന്നണി പോലും ആവശ്യമില്ലാത്ത വിധം കേവല ഭൂരിപക്ഷത്തോടെ BJP ആർത്തുല്ലസിച്ച് ഭരിച്ച ഒരു പതിറ്റാണ്ടിന് സമാപനമായിരിക്കുന്നു. നൂറ്റാണ്ടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമുണ്ടല്ലോ ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനം. അതത്ര എളുപ്പമല്ല എന്ന് ചുരുക്കം. 400 സീറ്റുകളെന്ന ലക്ഷ്യത്തിൽ നിന്ന് ബഹുദൂരം പിറകിലാണവർ. രാജ്യത്തെ മതനിരപേക്ഷ മനസ്സുള്ളവർക്ക് വലിയ പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ജനാധിപത്യത്തിൻ്റെ മൗലിക ദൗർബല്യമാണ് സംഘ്പരിവാറിനെ അധികാരത്തിലെത്തിച്ചത്. ഈസാ മസീഹിനെ വധിക്കാനും സോക്രട്ടീസിന് വിഷം നൽകാനും തീരുമാനിച്ചത് ജനങ്ങളായിരുന്നു എന്ന പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന് സംഭവിച്ച അബദ്ധമായിരുന്നു സംഘ്പരിവാർ എന്ന ചോയ്സ്. സ്വാതന്ത്ര്യത്തിന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തുടക്കമിടുകയും സ്വാതന്ത്ര്യാനന്തരം തികഞ്ഞ ആസൂത്രണത്തോടെയും ചിട്ടയാർന്ന പ്രവർത്തനങ്ങളിലൂടെയും രാജ്യത്തെ പിടിമുറുക്കുകയുമായിരുന്നു തീവ്ര ഹിന്ദുത്വം. അതിനെ നേരിടുന്നതിന് മൃദു ഹിന്ദുത്വത്തെ ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രീയ ഭരണവർഗങ്ങളുടെ സമീപനം RSSന് തന്നെ മൂലധനമാവുകയായിരുന്നു. അതിൻ്റെ സ്വാഭാവിക ഫലമാണ് ദൈവാവതാരത്തിന് കീഴൊതുങ്ങിയത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇക്കാര്യം തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ. രാജ്യത്തെ ദലിത്, പിന്നാക്ക, ന്യൂനപക്ഷങ്ങളും മറ്റനേകം സ്വത്വ സമൂഹങ്ങളും അരികുകളിലും അതിർത്തികളിലും താമസിക്കുന്ന ജനതകളും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളും മനസ്സിലാക്കാനും അവരോട് സംവദിക്കാനുമുള്ള വഴക്കവും വിനയവും കോൺഗ്രസ് നേടിയെടുത്തു. ജാതി സെൻസസ് നടപ്പാക്കുമെന്ന കോൺഗ്രസിൻ്റെ വാഗ്ദാനത്തിൻ്റെ അർത്ഥം ഇന്ത്യയുടെ ആത്മാവിനെ കോൺഗ്രസ് തൊട്ടറിയുന്നു എന്നാണ്. നെഹ്റുവിന് ശേഷമുള്ള കോൺഗ്രസിൽ നിന്നും ഭിന്നമായ ഉള്ളടക്കമുള്ള കോൺഗ്രസിനെ മോദിക്കാലത്ത് രാഹുൽ ഗാന്ധി ഭാവനയിൽ കാണുന്നു. ഫാഷിസത്തിനെതിരെ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന് ജന്മം നൽകാനും പ്രയോഗവൽക്കരിക്കാനും കോൺഗ്രസിന് സാധിച്ചത് അതുകൊണ്ടാണ്. സഖ്യചർച്ചകളിലെ വല്യേട്ടൻ ഇത്തവണ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് ഭിന്നമായി രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ തിരിച്ചറിവിനോട് വരും കാലങ്ങളിൽ എത്രത്തോളം കോൺഗ്രസിന് നീതി ചെയ്യാനാകും എന്നത് ചോദ്യം തന്നെയാണ്. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിലാണ് ജനതയുടെ മൂക്കുകയർ സംഘ്പരിവാറിനെ കുരുക്കിയിരിക്കുന്നത്. അതേസമയം ചിന്തിക്കേണ്ട കാര്യം ഇന്ത്യൻ ഭരണയന്ത്രത്തെ സംഘ്പരിവാർ എത്രമേൽ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് എന്നാണ്. അത് മനസ്സിലാക്കാൻ അല്പം പുറകിൽ നിന്ന് ആലോചിക്കേണ്ടി വരും. 1999 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ലഭിച്ച ആദ്യ അവസരത്തിൽ തന്നെ ബ്യൂറോക്രസിയിലും സുരക്ഷാ സൈന്യത്തിലുമടക്കം സംഘ്പരിവാർ പടയെ അവർ കുത്തിനിറച്ചിട്ടുണ്ട്. ശേഷമുള്ള മൻമോഹൻ സിംഗിൻ്റെ 10 വർഷക്കാലത്തും ഇന്ത്യൻ ഭരണയന്ത്രമോ സുരക്ഷാ സേനയോ കാവി സ്വാധീനത്തിൽ നിന്ന് മുക്തമായില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് നിയന്ത്രിത സർക്കാരിൻ്റെ ഭീകര നിയമങ്ങളുടെ തണലിൽ അത് കരുത്താർജിക്കുകയാണ് ചെയ്തത്. ഹിന്ദുത്വവാദികൾ തന്നെ ആസൂത്രിതമായി നടത്തിയ ഭീകര സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം പോലും മുസ്ലിം യുവാക്കളുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ മതേതര സർക്കാരുകളും അന്വേഷണ ഏജൻസികളും പോലീസും വ്യഗ്രത കാട്ടുകയായിരുന്നു. അതിൻ്റെ സ്വാഭാവിക വികാസമായിരുന്നു മോദിക്കാലത്തെ പ്രതിപക്ഷ നിരക്ക് നേരെയുള്ള വിവിധ അന്വേഷണ ഏജൻസികളുടെ നടപടികൾ.
സ്ട്രോങ് റൂമുകളിലിരിക്കുന്ന വോട്ടിംഗ് മെഷീനുകളെക്കുറിച്ച് ആശങ്കകളും ഇലക്ഷൻ കമ്മീഷൻ പോലും സംശയത്തിലായതും ഇതിൻ്റെ തന്നെ ഭാഗമാണ്. ഡീപ് സ്റ്റേറ്റിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്നത് സുദീർഘമായ പോരാട്ടം ആവശ്യപ്പെടുന്നുണ്ട്. വെറുപ്പായിരുന്നല്ലോ നരേന്ദ്രമോദിയുടെ മുഖ്യ ആയുധം. വിശേഷിച്ചും മുസ്ലിം വിരുദ്ധതയുടെ പാരമ്യത്തിലായിരുന്നു അദ്ദേഹം. ആഗോള ദേശീയ തലങ്ങളിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ മികച്ച തെരഞ്ഞെടുപ്പ് ഉരുപ്പടിയാകുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലെത്തിയപ്പോൾ എന്തെല്ലാമാണ് ആ വായിൽ നിന്ന് വന്നത്? അതൊന്നും ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല. ഇസ്ലാമോഫോബിയ ആഴത്തിൽ വേരാഴ്ത്തുമ്പോഴും ഭാവിയിൽ ഇന്ത്യൻ സമൂഹം അതിനെ അതിജീവിക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ് ജനവിധി. കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു സീറ്റ് NDA നേടിയിരിക്കുന്നു എന്നതാണ് സവിശേഷമായ കാര്യം. ഫാഷിസത്തിനെതിരെ വലിയ വായിൽ സംസാരിക്കും കേരളത്തിലെ ഇരു മുന്നണികളും. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ധാർമ്മിക ബാധ്യത അവ നിർവഹിക്കാറില്ല. സംഘപരിവാറിനെ ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കുക എന്ന കാഴ്ചപ്പാടിനോട് എന്നും പുറംതിരിഞ്ഞു നിന്നിട്ടേയുള്ളൂ ഇരു മുന്നണികളും. സംഘപരിവാർ ഒന്നിലൊതുങ്ങിയത് ഈ മുന്നണികളുടെ നിലപാട് കൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ജാഗ്രത കാരണമാണ്. അതേസമയം BJP സ്ഥാനാർത്ഥികൾ മുമ്പത്തെക്കാൾ കൂടുതൽ ഗണ്യമായ വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത്. പുറമേനിയിലെ മതനിരപേക്ഷതയ്ക്കകത്ത് സമൂഹ ശരീരത്തിൽ ഇസ്ലാം ഭീതി ആപൽക്കരമായ ഭീതിയിൽ പടരുന്നു എന്ന് വിളിച്ചു പറയുന്ന ബയോപ്സി ടെസ്റ്റ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനെ അതിജീവിക്കാനുള്ള ബലം കേരളം നേടിയെടുക്കേണ്ടതായിട്ട് വരും. പ്രതീക്ഷിച്ച വിജയം മോദിക്കും സംഘത്തിനും നേടാൻ കഴിയാതിരുന്നതിന് കാരണം ദേശീയതലത്തിൽ മുസ്ലിം സംഘടനകളും മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങളും സംഘടനകളും സ്വീകരിച്ച നിലപാട് കൂടിയാണ്. തങ്ങളെക്കുറിച്ചോ സമുദായം, ദീൻ, രാഷ്ട്രം എന്നിവയെ സംബന്ധിച്ചോ ആലോചിക്കാതെ ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കായി നിന്ന് ചൂഷണം ചെയ്യപ്പെടാനോ താൽക്കാലിക വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനോ സമുദായത്തെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് മുസ്ലിം സമുദായ നേതൃത്വം തീരുമാനിച്ചു. മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയ സാക്ഷരതയും ജാഗ്രതയുമുള്ളവരാക്കി മാറ്റാനും ബുദ്ധിപൂർവ്വം വോട്ട് വിനിയോഗിക്കാനും സമുദായ നേതൃത്വം അവരെ പഠിപ്പിച്ചതിൻ്റെ ഗുണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അങ്ങേയറ്റം ദുർബലമായ ഒരു സമുദായത്തിൻ്റെ രാഷ്ട്രീയ കർത്തൃത്വത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി ഇതിനെ കാണാം. വരും കാലങ്ങളിൽ അത് കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്യും. പ്രചണ്ഡമായ പ്രചാരണങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിലും മുസ്ലിം സമുദായ നേതൃത്വം ഇതിന് അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനവും അതിൽ നേതൃപരമായ പങ്കും വഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. സംഘപരിവാർ വോട്ടിങ്ങിൽ പുറകോട്ട് പോയത് മാറ്റത്തിൻ്റെ സൂചന മാത്രമാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇതര പിന്നാക്ക ദലിത് സമൂഹങ്ങളെയും അപരസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയത വളർന്നതും വികസിച്ചതും. ഈ ഘടകത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത് സുദീർഘമായ പദ്ധതിയാണ്. ഫാഷിസത്തിൻ്റെ കാലത്തും ജനാധിപത്യപരമായ ഇടപെടലിലൂടെ സാമൂഹിക രാഷ്ട്രീയ പരിവർത്തനം സാധ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം ബോധ്യപ്പെടുത്തുന്നുണ്ട്. രാമക്ഷേത്ര പ്രതിഷ്ഠയോ വിദ്വേഷ പ്രസംഗങ്ങളോ കലാപങ്ങളോ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. സ്വസ്ഥവും സമാധാനപൂർണവുമായ ജീവിതമാണ് എന്നാണല്ലോ സമ്മതിദാനത്തിലൂടെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞത്. ആ ജീവിതം അവർക്ക് ആവശ്യമുണ്ട്, അവരത് തേടുന്നുമുണ്ട്. മാധ്യമ പ്രചാരണങ്ങളിലൂടെയും ഭരണകൂട സഹായത്താലും വ്യാപകമായ ഇസ്ലാം ഭീതി നിലനിൽക്കുന്നതിനാൽ അത്തരമൊരാശയം മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് അവരറിയുന്നില്ല. അതിവാദങ്ങളുടെയല്ല, സംവാദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സംസ്കാരത്തിലൂടെ അതവർക്ക് കൈമാറുക. സ്ഥൈര്യത്തോടെ ഉറച്ചു നിൽക്കുക. വെളിച്ചത്തെ ഈ നാട് തിരിച്ചറിയുക തന്നെ ചെയ്യും. ഘനാന്ധകാരത്തിന് ശേഷം അത് പതിയെ കുറയും. കാത്തിരിക്കണം, അരനാഴിക നേരം മതി, പ്രഭാതം വരും.